ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി വെച്ച് ഒരു ഗ്രേവിയാണ്. ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു ഗ്രേവി. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വെളുത്തുള്ളി, കുറച്ച് പുളി, കുറച്ച് കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട ശേഷം അത് നന്നായി വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും നന്നായി വഴറ്റി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അത് നന്നായി വഴറ്റി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ്. അത് നന്നായി മിക്സ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് നന്നായി മിക്സായി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് നന്നായി ഉപ്പ് അതിൽ പിടിക്കുന്നവരെ വഴറ്റി കൊടുക്കാം. നന്നായി അതിലേക്ക് മിക്സായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ പുളി ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി മിക്സാക്കി കൊടുക്കാം. അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അത് ഗ്രേവി ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഒരു ഗ്രേവി പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രേവിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.